അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഇസ്ലാമിലേക്ക് വിളിക്കുന്നു, ക്ഷണിക്കുന്നു. അതിൻ്റെ വിധി എന്താണ്? മുസ്ലിങ്ങൾ എപ്പോഴാണ് അവർക്കെതിരിൽ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഖുസ്റാവു, അതായത് കിസ്റ എന്ന് പറയുന്ന ഭരണാധികാരി, പിന്നെ സീസർ കൈസർ എന്ന് പറയുന്ന ഭരണാധികാരി, ഇവർക്കൊക്കെ എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയത്? യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്കുള്ള ക്ഷണം അനിവാര്യമാകുന്നു, നിർബന്ധമാകുന്നു. ദഅവത്തുൽ യഹൂദു വന്നസ്വാറ വല മാ യുഖാതലൂന അലൈഹി വമാ കതബ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ കിസ്റ വഖൈസറ വദ്ദഅവതി ഖബ്ൽ ഖിതാൽ. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എഴുത്ത് എഴുതാൻ ഉദ്ദേശിച്ചു. ബൈസൻറ്റൈൻ ചക്രവർത്തിക്ക് ആണ് എഴുതാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറയപ്പെട്ടു, അവർ സ്റ്റാമ്പ് ഇല്ലാത്ത എഴുത്തുകളൊന്നും വായിക്കാറില്ല എന്ന്. അവരൊരു രീതിയാണത്. അതായത് ഒരു വലിയ അതോറിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തുനിന്ന് വരണം. അപ്പോൾ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ കളക്ടർ ഒപ്പിട്ടു, എന്നിട്ട് കളക്ടർ സ്റ്റാമ്പ് വെച്ചിട്ടുണ്ടാവും, ജില്ലാ കളക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒരു എഴുത്ത് കാണിക്കുകയാണ്. എന്നിട്ട് ഒപ്പ് ജില്ലാ കളക്ടർ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പോരാ, ജില്ലാ കളക്ടറുടെ ഒപ്പ് വേണം. അതിൻ്റെ താഴെ ജില്ലാ കളക്ടറുടെ പേരും അതിൻ്റെ സ്ഥാനമാനങ്ങളും ജില്ലയുടെ പേരും അഡ്രസ്സും ഒക്കെ ഉള്ളൊരു സ്റ്റാമ്പ് വേണം. പിന്നെ ഒരു റൗണ്ട് സ്റ്റാമ്പ് ഇടതുവശത്ത് വേണം. അതൊക്കെ ആയി കഴിയുമ്പോഴാണ് അത് ഒഫീഷ്യൽ ലെറ്റർ ആവുള്ളൂ. അതായിരുന്നു അന്നത്തെ അവരുടെ രീതി. നമ്മുടെ രീതി അത് തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ പറയപ്പെട്ടു, ഈ സീലില്ലെങ്കിൽ അവരത് വായിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ളി മോതിരം ഉണ്ടാക്കി, അല്ലെങ്കിൽ കിട്ടി. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ അത് മഷിയിൽ മുക്കിയിട്ട് എഴുത്തിലേക്ക് വച്ച് ഞെക്കുമ്പോൾ സീലടിക്കുന്നത് പോലെ അതിനകത്ത് ഇങ്ങനെ എഴുതി വരും, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നെഴുതി വരും. ഞാൻ അതിൻ്റെ മോതിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തിളക്കം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എനിക്ക് കാണാമായിരുന്നു. സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു യഖൂലു ലമ്മാ അറാദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യക്തുബ ഇല റൂമി ഖീല ലഹു ഇന്നഹും ലാ യഖറഊന കിതാബൻ ഇല്ലാ അൻ യകൂന മഖ്തൂമൻ ഫത്തഖദ ഖാതമൻ മിൻ ഫിദ്ദത്തിൻ ഫകഅന്നി അൻദുറു ഇലാ ബയാദിഹി ഫി യദിഹി വനഖശ ഫീഹി മുഹമ്മദ് റസൂലുള്ളാഹ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റയ്ക്ക് ഒരു എഴുത്തെഴുതാൻ ഉദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനോട്, അല്ലെങ്കിൽ അന്നത്തെ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന പോലെ എഴുത്തു കൊണ്ടുപോകുന്ന ആളോട് ഉത്തരവിട്ടു, അത് ബഹ്റൈനിലെ ഗവർണർക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഈ ബഹ്റൈനിലെ ഗവർണർ എന്ന് പറയുന്നത് കിസ്റയുടെ അടിയിലുള്ള ആളാകുന്നു. ആ ഒരു പ്രദേശത്തെ പ്രവിശ്യയുടെ ഭരണം നടത്തുന്ന ആൾ. അയാൾ അത് കിസ്റയ്ക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ കിസ്റ ആ എഴുത്ത് വായിച്ചപ്പോൾ അയാൾ അത് കീറിക്കളഞ്ഞു. സഈദ് ഇബ്നു അൽ മുസയ്യിബ് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അവരെ പൂർണ്ണമായും നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടിയിട്ട്. അതായത് കിസ്റയെയും അവനെ പിന്തുടരുന്ന ആളുകളെയും പൂർണ്ണമായും നശിപ്പിച്ചു കളയാൻ വേണ്ടി. അന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ അഖ്ബറഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ ബികിതാബിഹി ഇലാ കിസ്റ ഫഅമറഹു അൻ യദ്ഫഅഹു ഇലാ അദീമിൽ ബഹ്റൈൻ ഇലാ കിസ്റ ഫലമ്മാ ഖറഅഹു കിസ്റ ഖറഖഹു ഫഹസിബ്തു അന്ന സഈബ ഇബ്നുൽ മുസയ്യിബ ഖാല ഫദാ അലൈഹിം നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുമസ്സഖു കുല്ല മുമസ്സഖിൻ. റസൂൽ അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷണം, ആളുകളെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയും അന്യോന്യം നിങ്ങളെ തന്നെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ റബ്ബ് ആയി എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയും, അന്യോന്യം നിങ്ങളെ തന്നെ രക്ഷകർത്താവ് അല്ലെങ്കിൽ റബ്ബ് ആയി എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിന് പകരമായിട്ട് അള്ളാഹു തആലയുടെ വചനം, അള്ളാഹു പുസ്തകം കൊടുത്ത അല്ലെങ്കിൽ അവതരിപ്പിച്ച ഒരു മനുഷ്യനും അത് സാധ്യമല്ല. 3-ാമത്തെ സൂറത്ത് 79-ാമത്തെ ആയത്ത്. ദുആഇൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഇസ്ലാമി വന്നുബുവ്വതി വഅല്ലാ യത്തഖിദ ബഅ്ദുഹും ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹി വഖൗലിഹി തആല മാ കാന ലിബശരിൻ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ്. ആൽ ഇംറാൻ 79. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈസറിന് ഒരു കത്ത് എഴുതി അദ്ദേഹത്തിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു.
ആ കത്ത് ദിഹിയ അൽ കൽബിയുടെ കയ്യിലാണ് കൊടുത്തുവിട്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ഉത്തരവിട്ടിരുന്നു ഇത് ബസ്രയുടെ ഗവർണർക്ക് കൈമാറണം എന്ന്. അയാൾ അത് സീസർ അലി കൈസറിന് കൈമാറും. കാരണം ബസ്രയുടെ ഗവർണർ സീസറിൻ്റെ അടിയിലുള്ള ആളാണ്. സീസർ അല്ലെങ്കിൽ കൈസർ അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി അദ്ദേഹം ഹിംസിൽ നിന്നും ഇല്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ജെറുസലേമിലുള്ളൊരു സ്ഥലമാണ്, അങ്ങോട്ടേക്ക് യാത്ര ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിന് പേർഷ്യൻ ശക്തികളുടെ മേലിൽ അല്ലെങ്കിൽ പേർഷ്യൻ പട്ടാളക്കാരുടെ മേലിൽ വിജയം ലഭിച്ചപ്പോൾ, പേർഷ്യക്കാരുടെ മേലിൽ അള്ളാഹു അദ്ദേഹത്തിന് വിജയം കൊടുത്തപ്പോൾ, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്ത് സീസർ അലി കൈസറിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് വായിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു, അറബികളിൽ നിന്നുള്ള ഖുറൈശ് ഗോത്രത്തിൽ നിന്നുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ അവരെ പറ്റി അന്വേഷിക്കൂ, എന്നിട്ട് അവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ. ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവരോട് ചോദിക്കട്ടെ. അപ്പോൾ അതായത് മനസ്സിലാക്കാനോ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. عن عبد الله بن عباس رضي الله عنهما أنه أخبره أن رسول الله صلى الله عليه وسلم كتب إلى قيصر يدعوه إلى الإسلام وبعث بكتابه إليه مع دحية الكلبي وأمره رسول الله صلى الله عليه وسلم أن يدفعه إلى عظيم بصرى ليدفعه إلى قيصر. وكان قيصر لما كشف الله عنه جنود فارس مشى من حمص إلى إلياء شكرا لما أبلاه الله. فلما جاء قيصر كتاب رسول الله صلى الله عليه وسلم قال حين قرأه التمسوا لي هاهنا أحدا من قومه لأسألهم عن رسول الله صلى الله عليه وسلم. ഇബ്നു അബ്ബാസ് കൂട്ടിച്ചേർക്കുന്നു, ആ സമയത്ത് അബൂ സുഫിയാൻ ബിൻ ഹർബ് ഷാമിൽ ഉണ്ടായിരുന്നു. ഖുറൈശികളിൽ നിന്നുള്ള കുറച്ച് ആളുകളും കൂടെ ഉണ്ടായിരുന്നു. അവർ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയതായിരുന്നു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സന്ധി നിലവിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സന്ധി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ സംഭവം നടന്നത്. ഖുറൈശികളിലുള്ള അക്രമകാരികളുമായിട്ടായിരുന്നു സന്ധി ഉണ്ടാക്കിയത്. അബൂ സുഫിയാൻ പറഞ്ഞു, സീസർ അലി കൈസറിൻ്റെ സന്ദേശവാഹകരെ, ദൂതന്മാരെ ഞങ്ങളെ ഷാമിൽ എവിടെയോ ആയിരുന്നപ്പോൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങളുടെ സഹാബികളെയും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെയും സഹചാരികളെയും ഇല്യായിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളെ സീസറുടെ രാജസദസ്സിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ അദ്ദേഹം രാജസദസ്സിൽ ഇരിക്കുന്നത് കണ്ടു. ഒരു കിരീടം അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നു. ചുറ്റും വലിയ വലിയ ആദരണീയരായ ആളുകൾ, ബൈസൻറ്റൈൻ എന്നുള്ളവർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിഭാഷകനോട് പറഞ്ഞു, അപ്പോൾ അതായത് അറബിയല്ല സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് പരിഭാഷകൻ്റെ ആവശ്യം വന്നത്. അവരോട് ചോദിക്കൂ, നിങ്ങൾ ആരാണ് ഈ പ്രവാചകൻ ആണ് എന്ന് അവകാശപ്പെടുന്ന ആളുടെ അടുത്ത ബന്ധു? അബൂ സുഫിയാൻ കൂട്ടിച്ചേർക്കുന്നു, ഞാൻ മറുപടി പറഞ്ഞു, ഞാനാണ് അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത ആൾ. അപ്പോൾ അയാൾ ചോദിച്ചു, നീയും അവരും തമ്മിൽ എന്താണ് ബന്ധം, അല്ലെങ്കിൽ എന്തുമാത്രം അടുത്ത ആളുകളാണ് നിങ്ങൾ? ഞാൻ മറുപടി പറഞ്ഞു, അവൻ എൻ്റെ സഹോദരനാണ്, അല്ലെങ്കിൽ കസിൻ ആണ്. അതുമാത്രമല്ല, ബനി അബ്ദു മനാഫിൽ നിന്ന് ആ കാരവാനിൽ അല്ലെങ്കിൽ ഒട്ടക സംഘത്തിൽ ഞാനല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് പോലും ആകെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സീസറിനോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറയൂ, അല്ലെങ്കിൽ അടുത്തേക്ക് കൊണ്ടുവരൂ. എൻ്റെ കൂടെയുള്ളവരോട് എൻ്റെ തൊട്ടുപുറകിൽ നിൽക്കാൻ പറഞ്ഞു, എൻ്റെ തോളിനോട് ചേർന്ന്, അതായത് പറയുന്ന മുഴുവൻ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് പരിഭാഷകനോട് പറഞ്ഞു, പുറകിൽ നിൽക്കുന്ന ആളുകളോട് നീ പറയുക, ഈ മനുഷ്യനോട്, മുമ്പിൽ നിൽക്കുന്ന അതായത് അബൂ സുഫിയാനോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് പ്രവാചകനാണ് എന്ന് അവകാശപ്പെടുന്ന ആളെപ്പറ്റി. അയാൾ നുണ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് അപ്പം തന്നെ എതിർക്കണം, അല്ലെങ്കിൽ അത് നുണയാണ് എന്ന് പറയണം. അബൂ സുഫിയാൻ കൂട്ടിച്ചേർക്കുന്നു, അള്ളാഹുവാണേ, എൻ്റെ കൂടെയുള്ളവർ എന്നെ നുണയൻ എന്ന് വിളിക്കില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ എന്നെ നുണയനാക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സത്യം പറയില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയും പണി കൊടുത്തേനെ. പക്ഷെ പുറകിൽ നിൽക്കുന്നവർ, ഇവർക്ക് ഈ അഭിമാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വലിയ ഇതാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ നുണ പറഞ്ഞ ഒരുത്തൻ എന്നുള്ള ഒരു ലേബൽ കിട്ടും. അതൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് അയാൾ സത്യം പറഞ്ഞത്. അങ്ങനെ അയാൾ എന്നോട് ചോദിച്ചു. അപ്പോഴൊക്കെ എനിക്ക് നാണമുള്ളവനായി പോയി. അതായത് ഞാൻ നുണയനാണ് എന്ന് എൻ്റെ കൂടെ ഉള്ളവർ പറയുമോ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ സത്യം മാത്രം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പരിഭാഷകനോട് പറഞ്ഞു, അവനോട് ചോദിക്കൂ,
ആ മനുഷ്യൻ്റെ കുടുംബ മഹിമ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥാനം നിങ്ങളിൽ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിലെ കുലീനമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് പ്രവാചകത്വം അവകാശപ്പെട്ടിട്ടുണ്ടോ? അതായത് ഇതിനു മുമ്പ് ഏതെങ്കിലും നബിമാരുണ്ടായിട്ടുണ്ടോ നിങ്ങളിൽ? അപ്പം ഞാൻ മറുപടി പറഞ്ഞു, ഇല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എപ്പോഴെങ്കിലും അയാളെ നുണയൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? അയാൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക്? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലുടെയും പൂർവികന്മാർ രാജാക്കന്മാരായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല. രാജാവ് വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കുലീനരാണോ അതോ പാവങ്ങളാണോ അദ്ദേഹത്തിനെ പിന്തുടരുന്നത്? ഞാൻ മറുപടി പറഞ്ഞു, ഞങ്ങളിലെ പാവങ്ങളാണ് അദ്ദേഹത്തിനെ പിന്തുടരുന്നത്. രാജാവ് ചോദിച്ചു, അവരുടെ എണ്ണം കൂടുകയാണോ അതോ ദിനം പ്രതി കുറയുകയാണോ? അതായത് പിന്തുടരുന്നവരുടെ എണ്ണം. ഞാൻ മറുപടി പറഞ്ഞു, അത് കൂടുകയാണ്. ആ പ്രവാചകൻ്റെ മതം സ്വീകരിച്ച ആരെങ്കിലും ഒരാൾ ആ മതം ഉപേക്ഷിച്ച് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ട് പുറത്തേക്ക് വേറെ മതത്തിലേക്ക് പോയിട്ടുണ്ടോ? ഞാൻ മറുപടി പറഞ്ഞു, ഇല്ല. രാജാവ് ചോദിച്ചു, എപ്പോഴെങ്കിലും അയാൾ ആരെങ്കിലും ഒറ്റിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ചതിയനായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ വാക്ക് പാലിക്കാത്തവനായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ മറുപടി പറഞ്ഞു, ഇല്ല. മാത്രവുമല്ല, ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹവുമായി ഒരു സന്ധിയിലും ആണ്. അയാൾ ഞങ്ങളെ ചതിക്കുമോ എന്ന് ഭയമുണ്ട്. അബൂ സുഫിയാൻ കൂട്ടിച്ചേർക്കുന്നു, അവസാനത്തെ ആ ഒരു വചനം ഒഴിച്ച്, അതായത് ആ പ്രവാചകൻ ഞങ്ങളെ ചതിക്കുമോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ധിയിൽ ഞങ്ങളെ വഞ്ചിക്കുമോ എന്നൊരു ഭയമുണ്ട് എന്നതല്ലാതെ അദ്ദേഹത്തിനെതിരെ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. സീസർ വീണ്ടും ചോദിച്ചു, അദ്ദേഹവും നിങ്ങളും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഞാൻ മറുപടി പറഞ്ഞു, ഉവ്വ. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്തായിരുന്നു ആ യുദ്ധങ്ങളുടെ അന്ത്യം? ജയിക്കുക, തോൽക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, സ്ഥിരമായിട്ടുള്ള ഒന്നും ആയിരുന്നില്ല. വിജയം ഞങ്ങൾ മാറി മാറി കൈയാളുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പലപ്പോഴൊക്കെ ഞങ്ങൾ ജയിക്കും, ചിലപ്പോഴൊക്കെ അദ്ദേഹം ജയിക്കും. അപ്പോൾ രാജാവ് ചോദിച്ചു, അദ്ദേഹം എന്താണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹം ഞങ്ങളോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് പറയുന്നത്. മറ്റുള്ളവരെ അദ്ദേഹത്തിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം ആരാധിക്കരുത്. ഞങ്ങളുടെ പ്രപിതാക്കന്മാർ അല്ലെങ്കിൽ തലമുറകളായിട്ട് കാർന്നോമാർ ചെയ്തുകൊണ്ടിരുന്ന ആരാധനാ രീതികളെല്ലാം തെറ്റാണ് എന്നും അത് നിർത്തണമെന്നും അത് ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഞങ്ങളോട് അദ്ദേഹം നമസ്കരിക്കാൻ പറയുന്നു, ദാനം കൊടുക്കാൻ പറയുന്നു, മാന്യമായി ഇരിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ അഭിമാനം നിലനിർത്താൻ പറയുന്നു, വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറയുന്നു, നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച സാധനങ്ങൾ അതായത് അമാനത്ത് അത് തിരിച്ചേൽപ്പിക്കണം എന്ന് പറയുന്നു. ഞാനത് പറഞ്ഞപ്പോൾ സീസർ അദ്ദേഹത്തിൻ്റെ പരിഭാഷകനോട് പറഞ്ഞു, അയാളോട് പറയൂ, അദ്ദേഹത്തിൻ്റെ കുടുംബ മഹിമയെപ്പറ്റി അല്ലെങ്കിൽ പാരമ്പര്യത്തെ പറ്റിയുള്ള എൻ്റെ ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി അദ്ദേഹം ഒരു കുലീനമായ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്നായിരുന്നു. തീർച്ചയായും എല്ലാ പ്രവാചകന്മാരും ആ നാട്ടിലെ ഏറ്റവും കുലീനമായ കുടുംബത്തിൽ നിന്നുള്ളവരായിരിക്കും. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഇതിനു മുമ്പ് ആരെങ്കിലും പ്രവാചകത്വം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കേട്ടിട്ട് ഒന്ന് പ്രവാചകനായി നോക്കാൻ നല്ല രസമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇല്ല എന്നായിരുന്നു ഉത്തരം തന്നത്. അതിൻ്റെ ഉത്തരം ഉവ്വ എന്നായിരുന്നുവെങ്കിൽ ഞാൻ വിചാരിക്കുമായിരുന്നു ആ മനുഷ്യൻ മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പാത പിന്തുടർന്ന് പൊങ്ങച്ചം കാണിക്കാനോ അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുന്നതായിരിക്കും എന്ന്. ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നുണ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു നിങ്ങളുടെ മറുപടി. അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ എടുക്കുന്നു, കൂടെയുള്ളവരോട് നുണ പറയാൻ കഴിയാത്ത ഒരു മനുഷ്യന് അള്ളാഹുവിനെ പറ്റി നുണ പറയാൻ കഴിയില്ല. പിന്നീട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, അയാളുടെ പൂർവികന്മാർ ആരെങ്കിലും രാജാക്കന്മാരുണ്ടായിരുന്നോ എന്ന്. നിന്റെ മറുപടി ഇല്ല എന്നായിരുന്നു. അത് ഉവ്വ എന്നായിരുന്നുവെങ്കിൽ ഞാൻ വിചാരിക്കുമായിരുന്നു ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ രാജവംശം വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ രാജാധികാരം തിരിച്ചെടുക്കാനോ ശ്രമിക്കുന്നതാണ് എന്ന്. ഞാൻ നിന്നോട് ചോദിച്ചു, പാവപ്പെട്ടവരാണോ പണക്കാരാണോ അദ്ദേഹത്തിനെ പിന്തുടരുന്നത് എന്ന്. നിന്റെ മറുപടി പാവപ്പെട്ടവരായിരുന്നു എന്നാണ്.
തീർച്ചയായും അങ്ങനെയുള്ളവരാണ് പ്രവാചകന്മാരെ പിന്തുടരുന്നത്. അതായത് ഒരു നാട്ടിലും പ്രവാചകന്മാരെ പണക്കാർ പിന്തുടർന്നതായിട്ട് കേട്ടിട്ടില്ല. പിന്നീട് ഞാൻ നിന്നോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാർ എണ്ണം കൂടുകയാണോ കുറയുകയാണോ എന്ന്. നീ പറഞ്ഞു എണ്ണം കൂടുകയാണ് എന്ന്. അത് സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് എല്ലാ രീതിയിലും പൂർണ്ണമായിരിക്കും എന്നുള്ളത്. ഞാൻ നിന്നോട് ചോദിച്ചു, ഈ മതം സ്വീകരിച്ചതിന് ശേഷം ആരെങ്കിലും അതിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടോ? അത് ഇഷ്ടമാവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ? അങ്ങനെ പുറത്തു പോയി ആ മതം ഉപേക്ഷിച്ച് പഴയ മതത്തിലേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിൻ്റെ ഉത്തരം ഇല്ല എന്നായിരുന്നു. തീർച്ചയായും സത്യവിശ്വാസം അല്ലെങ്കിൽ സത്യമതത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ സന്തോഷം നമ്മളിലേക്ക് കൂട്ടിക്കുഴയുകയും ഹൃദയത്തിൽ പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലുകയും ചെയ്യും. അതുകൊണ്ട് ആരും അതിൽ അനിഷ്ടകരമായി ഭവിക്കുകയില്ല, അല്ലെങ്കിൽ അതൊരു അനിഷ്ടകരമായി തോന്നുകയില്ല. ഞാൻ നിന്നോട് ചോദിച്ചു, അദ്ദേഹം എപ്പോഴെങ്കിലും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ചതിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ വാഗ്ദാനം പാലിക്കാതിരുന്നിട്ടുണ്ടോ? നിൻ്റെ മറുപടി ഇല്ല എന്നായിരുന്നു. അങ്ങനെയാണ് പ്രവാചകന്മാരെല്ലാം. അവർ ഒരിക്കലും ഒറ്റുകയോ ചതിക്കുകയോ വാഗ്ദാനം പാലിക്കാതിരിക്കുകയോ ചെയ്യുകയില്ല. ഞാൻ നിന്നോട് ചോദിച്ചു, നീയും അദ്ദേഹവുമായി യുദ്ധം ചെയ്തിട്ടുണ്ടോ എന്ന്. നീ മറുപടി പറഞ്ഞു, ഉണ്ട്. ചിലപ്പോഴൊക്കെ അദ്ദേഹം വിജയിക്കും, ചിലപ്പോഴൊക്കെ ഞങ്ങൾ വിജയിക്കും എന്ന്. തീർച്ചയായും അങ്ങനെയാണ് സന്ദേശവാഹകർ അല്ലെങ്കിൽ റസൂലന്മാർ. അവർക്കും പരീക്ഷണം ഉണ്ട്. അവരും ഇടയ്ക്കൊക്കെ തോറ്റുപോകും, ഇടയ്ക്കൊക്കെ ജയിക്കും, സാധാരണ മനുഷ്യരെ പോലെ. പക്ഷേ അന്തിമ വിജയം അവരുടേതായിരിക്കും. പിന്നീട് ഞാൻ നിന്നോട് ചോദിച്ചു, അദ്ദേഹം എന്താണ് നിങ്ങളോട് ഉത്തരവിടുന്നതെന്ന്, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന്. നീ ഉത്തരം പറഞ്ഞു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും മറ്റുള്ളവരെ അള്ളാഹുവിനോടൊപ്പം ആരാധിക്കരുത് എന്നും, നിങ്ങളുടെ പ്രപിതാക്കന്മാർ തലമുറകളായി കാരണവന്മാർ ചെയ്തുകൊണ്ടിരുന്ന ആരാധനാ രീതികൾ ഉപേക്ഷിക്കണമെന്നും, നമസ്കരിക്കണമെന്നും, സത്യം പറയണമെന്നും, മാന്യത കാത്തു സൂക്ഷിക്കണമെന്നും, വിശ്വാസം ഉള്ളവരായിരിക്കണം എന്നും, അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരായിരിക്കണം എന്നും, സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനങ്ങൾ അമാനത്ത് തിരിച്ചു കൊടുക്കുന്നവരായിരിക്കണം എന്നും ആണ് നീ പറഞ്ഞത്. ഇതൊക്കെയാണ് പ്രവാചകന്മാരുടെ ലക്ഷണം. ഇതിനു മുമ്പുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള എൻ്റെ അറിവനുസരിച്ച് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ അത് നിങ്ങളിൽ നിന്നായിരിക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് ഖുറൈശിയായ അറബിയായ ഒരാളായിരിക്കും എന്ന് എനിക്കറിയില്ല. വല്ല യഹൂദനോ ക്രിസ്ത്യാനിയോ ഉള്ള കുടുംബത്തിൽ നിന്ന് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ആ രാജാവ്. നീ പറയുന്നത് സത്യമാണെങ്കിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ കാൽ കീഴിലുള്ള മണ്ണ് പോലും കീഴടക്കും. അതായത് ഞാനടക്കം അദ്ദേഹത്തിൻ്റെ കീഴിലായി പോകും. ഞാനത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുമായിരുന്നു, അതായത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു. തീർച്ചയായും ഞാൻ ഉടനെ തന്നെ പോകും അദ്ദേഹത്തിനെ കാണാൻ. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദം കഴുകുമായിരുന്നു. അതായത് ക്രിസ്ത്യാനികളുടെ വലിയ ആദരവിൻ്റെ ഒരു ലക്ഷണമാണ് പാദ ശുശ്രൂഷ എന്നോ അതാണ്ടൊക്കെ പറയുന്നു, പോപ്പിൻ്റെ കാല് കഴുകുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ആചാര രീതി പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാദം കഴുകുമായിരുന്നു. അബൂ സുഫിയാൻ കൂട്ടിച്ചേർക്കുന്നു, സീസർ ആ എഴുത്തിനെ പറ്റി ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്ത്, ആ എഴുത്ത് വായിക്കപ്പെട്ടു. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: അള്ളാഹുവിൻ്റെ നാമത്തിൽ, അത്യുദാരൻ അതികാരുണീകൻ, അതായത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഈ എഴുത്ത് മുഹമ്മദിൽ നിന്നുള്ളതാകുന്നു, അള്ളാഹുവിൻ്റെ അടിമയായ മുഹമ്മദ് അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനും ആണ്. ഈ എഴുത്ത് ഹിറാക്ലിയസ് അല്ലെങ്കിൽ ഹെർക്കുലീസിനുള്ളതാകുന്നു, ബൈസൻറ്റൈൻ്റെ ഭരണാധികാരിയായ ഹെർക്കുലീസ്. നിൻ്റെ മേൽ സമാധാനമുണ്ടാവട്ടെ, അതായത് അസ്സലാമു അലൈക്കും, സത്യവും നേർമാർഗവും പിന്തുടർന്നവർക്ക്. ഞാൻ നിന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, അതായത് അള്ളാഹുവിന് കീഴടങ്ങുന്നതിന് വേണ്ടിയിട്ട്. ഇസ്ലാം സ്വീകരിക്കുക, നീ സുരക്ഷിതനായിരിക്കും. ഇസ്ലാം സ്വീകരിക്കുക, അള്ളാഹു നിനക്ക് ഇരട്ടി പ്രതിഫലങ്ങൾ നൽകും. നീ ഈ ക്ഷണം നിരസിച്ചാൽ, ഇസ്ലാമിലേക്കുള്ള ക്ഷണം നിരസിച്ചാൽ, നീ നിൻ്റെ പ്രജകളെ വഴിതെറ്റിച്ചതിനുള്ള, അതായത് മുഴുവൻ രാജ്യത്തിനെയും വഴിതെറ്റിച്ചതിനുള്ള
ഉത്തരവാദിത്വം കൂടി പേറേണ്ടി വരും, അല്ലെങ്കിൽ നിൻ്റെ തലയിലായിരിക്കും. നമ്മളിതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഒരു രാജ്യത്തെ ഭരണാധികാരിയുടെ മതമാണ് ആ രാജ്യത്തിൻ്റെ മതം. പൊതുവെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. രാജാവ് ക്രിസ്ത്യാനിയായാൽ രാജ്യം മുഴുവൻ ക്രിസ്ത്യാനിയാവും, രാജാവ് മുസ്ലിമായാൽ രാജ്യം മുഴുവൻ മുസ്ലിമാവും. അങ്ങനെയാണ് രീതി. അപ്പോൾ അതായത് ഈ രാജാവ് ഇത് സ്വീകരിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും സ്വീകരിക്കില്ല, അപ്പോൾ ആരും മുസ്ലിം ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നീ എൻ്റെ ക്ഷണം നിരസിച്ചാൽ നീ നിൻ്റെ പ്രജകളുടെ മുഴുവൻ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ ഉത്തരവാദിത്വവും ഏൽക്കേണ്ടി വരും. അല്ലയോ പുസ്തകം കിട്ടിയവരെ എന്ന് വെച്ചാൽ യാ അഹ്ല കിതാബ്. അഹ്ല കിതാബ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും. അവരുടെ പുസ്തകങ്ങളെയാണ് നമ്മൾ ശരിയായ പുസ്തകങ്ങളായി അംഗീകരിച്ചിട്ടുള്ളൂ. ബാക്കി അതിനു മുമ്പുള്ള പുസ്തകങ്ങളെയൊന്നും നമ്മളങ്ങനെ അഹ്ലുൽ കിതാബ് അല്ലെങ്കിൽ പുസ്തകം കിട്ടിയവർ എന്നുള്ള ഗണത്തിൽ കൂട്ടാറില്ല. അപ്പോൾ യഹൂദന്മാരെ ക്രിസ്ത്യാനികളെ ഒരു വാക്കിലേക്ക് വരിക, നമുക്കിടയിൽ ഒരുമിച്ച് ചേരുന്ന അല്ലെങ്കിൽ ന്യായമായ ഒരു വാക്കിലേക്ക്. അതായത് നമ്മൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കുന്നില്ല, നമ്മൾ അള്ളാഹുവിനോട് യാതൊരു പങ്കുകാരെയും ചേർക്കുന്നില്ല, നമ്മൾ ആരും അള്ളാഹുവിനൊഴികെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ രക്ഷിതാക്കളെ അല്ലെങ്കിൽ റബ്ബിനെ വേറെ എവിടെ നിന്നും സ്വീകരിക്കുന്നില്ല. അതായത് അള്ളാഹു അല്ലാതെ വേറെ റബ്ബില്ല. എന്നിട്ടും അവർ തിരിഞ്ഞു പോയാൽ അല്ലെങ്കിൽ സ്വീകരിക്കാതിരുന്നാൽ പറയുക, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു. 3-ാമത്തെ സൂറത്ത് 64-ാമത്തെ ആയത്ത്. അബൂ സുഫിയാൻ കൂട്ടിച്ചേർക്കുന്നു, ഹെർക്കുലീസ് അല്ലെങ്കിൽ ഹിറാക്ലിയസ് പ്രസംഗം അവസാനിച്ചപ്പോൾ അവിടെ ഒരു ഏങ്ങലടിയും കൂട്ടക്കരച്ചിലും ഒക്കെ ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ബൈസൻറ്റേനിയൻ കൊട്ടാരത്തിലെ രാജകീയ ആളുകൾ, മന്ത്രിമാർ, അതുപോലെയുള്ള ആളുകളൊക്കെ രാജാവിന് ചുറ്റും ഉണ്ടായിരുന്നവർ, അവർക്കെല്ലാം കേട്ടപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ അവരെല്ലാവരും ഏങ്ങലടിച്ച് കരഞ്ഞു. അവിടെ ഇത്ര അധികം ഒച്ചയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിഭയങ്കരമായ ശബ്ദമായിരുന്നു. ഞങ്ങൾ അങ്ങനെ രാജസദസ്സിൽ നിന്ന് തിരിഞ്ഞ് പുറത്തേക്ക് പോയി. എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ പുറത്തേക്ക് പോയി. ഞങ്ങൾ ഒറ്റയ്ക്കായപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, തീർച്ചയായും ഇബ്ന് അബി കബ്ഷായുടെ പ്രവർത്തികൾ, അതായത് പ്രവാചകനെയാണ് ഉദ്ദേശിക്കുന്നത്, രാജാക്കന്മാർക്കിടയിൽ പോലും വെളിവായിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പോലും ഇതൊക്കെ അറിഞ്ഞ് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ അത് മനസ്സിലാക്കിയിരിക്കുന്നു. ബനി അൽ അസ്ഫർ, അതായത് ബൈസൻറ്റൈൻ നിന്നുള്ള രാജാക്കന്മാർക്കിടയിൽ, അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞകൾ എന്നാണ് അർത്ഥം. ബനി അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞകളുടെ മക്കൾ. മഞ്ഞ എന്ന് പറഞ്ഞാൽ ഓവറായി വെളുത്ത ആളുകളെയാണ് പൊതുവെ ഉദ്ദേശിക്കുന്നത്, യൂറോപ്യൻസ്, അവരെയാണ് ഉദ്ദേശിക്കുന്നത് മഞ്ഞകൾ എന്ന് പറയുന്നത്. അതൊരു അറബി പ്രയോഗമാണ് അസ്ഫർ. അവർ അദ്ദേഹത്തിനെ ഭയപ്പെടുന്നു, അതായത് റസൂലിനെ പേടിക്കുന്നു. അബൂ സുഫിയാൻ കൂട്ടിച്ചേർക്കുന്നു, അള്ളാഹു ആണേ ഞാനൊരു ചുരുണ്ടുകൂടിയ അല്ലെങ്കിൽ നാണിച്ച് ഒന്നുമല്ലാതെ ഒരവസ്ഥയിലാണ് ജീവിച്ചത്. കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മതം വിജയിക്കുമെന്നും. പക്ഷേ ഞാൻ അതിനെ വളരെയധികം വെറുത്തിരുന്നു, ഇസ്ലാമിനെ. എൻ്റെ ഹൃദയം അള്ളാഹു തുറക്കുന്നത് വരെ, അതായത് എന്നെ മുസ്ലിം ആക്കുന്നത് വരെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇസ്ലാം. എനിക്ക് നാണക്കേടും ചെറിയൊരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മതം വളരുമെന്നും ജയിക്കും എന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ അത് സ്വീകരിക്കാൻ ഞാൻ റെഡിയല്ലായിരുന്നു. എന്നിട്ടും അള്ളാഹു എൻ്റെ ഹൃദയം തുറന്നു, എന്നെ രക്ഷിച്ചു എന്നാണ് അബൂ സുഫിയാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഈ പേര് ഇബ്നു കബ്ഷ എന്ന് പറയുന്നത് അബൂ സുഫിയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. അതായത് വലിയ ആളൊന്നുമല്ല എന്നുള്ള രീതിയിൽ, നിസ്സാരക്കാരനാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ എന്ന് പറയാൻ വേണ്ടി അവർക്കിടയിൽ ഉപയോഗിച്ചൊരു പേരാണ്. അല്ലാതെ അത് കറക്റ്റ് റസൂലിൻ്റെ വംശപരമ്പരയുടെ പേരോ അങ്ങനെയൊന്നും അല്ല, റസൂലിൻ്റെ ഒരു പേരും അല്ല. ഇതൊരു 4 പേജിൽ കൂടുതലുള്ള ഹദീസാണ്, നല്ല വലിപ്പമുള്ള ഹദീസാണ്. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.